ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറി അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ല വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്ത പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടി കുറഞ്ഞ 2 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്ന് വരഞ്ഞു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കാം. നമ്മൾ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് വാങ്ങി വെക്കാം.